നമസ്കാരം. ആദംസ് മീഡിയ മലയാളത്തിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്ക് സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നരസിംഹം എന്ന മോഹൻലാൽ ചിത്രത്തിൽ മമ്മൂട്ടിയുടെ നന്ദഗോപാൽ മാരാർ എന്ന കഥാപാത്രം ഇല്ലായിരുന്നുവെങ്കിൽ ആ ചിത്രം ഒരു ഇത്രത്തോളം വൻ വിജയമാകുമായിരുന്നോ, അതോ ഈ മോഹൻലാലിൻ്റെ പ്രജ, അലിബായ് തുടങ്ങിയ സിനിമകളുടെ കാറ്റഗറിയിൽ പെട്ടു പോകേണ്ട സിനിമയായിരുന്നോ നരസിംഹം എന്നാണ് നമുക്ക് നോക്കേണ്ടിയിരിക്കുന്നത്. നമുക്ക് എടുത്തു നോക്കുമ്പോൾ മനസ്സിലാവുന്നത് ഈ അലിബായ്, പ്രജ എന്ന സിനിമകളെക്കാളും വേറിട്ട് നരസിംഹം എന്ന് പറയുന്നത് നിൽക്കുന്നത് ആ സിനിമയുടെ കഥയാണ്. സ്റ്റോറി ഈസ് ദി ബാക്ക് ബോൺ ഓഫ് നരസിംഹം എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. പിന്നെ അതൊരു വൻ വിജയമാകേണ്ട സിനിമ തന്നെയായിരുന്നു. പക്ഷേ അതിൽ ഇപ്പോൾ നമുക്ക് ഒരു 100 രൂപ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിലൊരു 15 രൂപയും മമ്മൂട്ടി എന്ന് പറഞ്ഞ ക്യാരക്ടർ അതിലുള്ളത് കൊണ്ട് മാത്രം കിട്ടിയതാണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. അത്രയും നമുക്ക് എന്തായാലും പറയാൻ പറ്റും. കാരണം മമ്മൂട്ടി എന്ന് പറഞ്ഞ ക്യാരക്ടർ ഇപ്പോഴും നമുക്ക് ആ ഒരു സീനൊക്കെ നമുക്ക് അതൊരു റീവാച്ച് വാല്യൂ ഉള്ളൊരു സീനാണത്. ഇപ്പോഴും നമ്മൾ യൂട്യൂബിലെടുത്ത് കയറി കണ്ടെങ്കിൽ നമുക്ക് ആ സീന് കാണുമ്പോൾ വീണ്ടും വീണ്ടും കാണാൻ തോന്നുന്നൊരു സീന് നരസിംഹത്തിലുണ്ടെങ്കിൽ അത് നന്ദഗോപാൽ മാരാറിൻ്റെ എൻട്രി സീന് തൊട്ട് കോർട്ട് സീന് തൊട്ട് ലാസ്റ്റ് നന്ദഗോപാൽ മാരാർ പോകുന്നത് വരെയുള്ള സീനും നമുക്ക് നല്ലൊരു റീവാച്ച് വാല്യൂ ഉള്ളൊരു സീനാണ്. അപ്പോൾ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും, അതിൽ ഒരു 5-10 മിനിറ്റ് ആണെങ്കിൽ പോലും മമ്മൂട്ടി എന്ന ക്യാരക്ടർ, നന്ദഗോപാൽ മാരാർ എന്ന ക്യാരക്ടർ നരസിംഹം എന്ന് പറഞ്ഞ മൂവിയുടെ വിജയത്തിനെ എലിവേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നരസിംഹം എന്ന് പറഞ്ഞ മൂവി മോഹൻലാലിൻ്റെ സോളോ ഹിറ്റാണെന്ന് പറയാമെങ്കിലും അതിൻ്റെ വിജയത്തിൻ്റെ ഒരു ഘടകത്തിൽ മമ്മൂട്ടി എന്ന ക്യാരക്ടറുണ്ട്. കാരണം പ്രൊമോഷൻ ചെയ്യുമ്പോൾ പോലും മമ്മൂട്ടി ഗസ്റ്റ് റോളിൽ വന്ന സിനിമയാണെന്നാണ് പറയുന്നത്. മമ്മൂട്ടി ഗസ്റ്റ് റോളിൽ വന്ന സിനിമ എന്ന് പറയുമ്പോൾ അതിനൊരു മമ്മൂട്ടി പ്ലസ് മോഹൻലാൽ എന്നുള്ളൊരു ഇത് വരും ആ സിനിമയ്ക്ക്. അത്രയും ആ ഒരു പ്രൊമോഷൻ കിട്ടും, അത്ര ആൾക്കാർ കയറി കാണും, മമ്മൂട്ടി ഫാൻസ് സപ്പോർട്ട് ചെയ്യും. മമ്മൂട്ടി ഉള്ള സിനിമയാണ്, അപ്പം മമ്മൂട്ടി ഫാൻസും കാണും, മോഹൻലാൽ ഫാൻസും കാണും. അങ്ങനെ പ്രൊമോഷൻ സിനിമയ്ക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം അതിന് ഇത്രയും വിജയം ലഭിച്ചത്. അപ്പം മോഹൻലാൽ ഫാൻസിൻ്റെ തള്ളുപോലെ നരസിംഹവും വല്യേട്ടനും നമ്മൾ കമ്പയർ ചെയ്യുമ്പം നരസിംഹത്തിനകത്ത് മമ്മൂട്ടി ഉണ്ട്, പക്ഷേ വല്യേട്ടനകത്ത് മോഹൻലാൽ ഇല്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. അപ്പം നരസിംഹവും വല്യേട്ടനും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നരസിംഹത്തിൻ്റെ വിജയത്തിൻ്റെ ഒരു ഘടകമായിരുന്നു മമ്മൂട്ടിയുടെ നന്ദഗോപാൽ മാരാർ എന്ന ക്യാരക്ടർ. അപ്പോൾ ഇത് മാത്രമാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ വേണ്ടിയായത്. ചെറിയൊരു വീഡിയോ ആണ്. നന്ദഗോപാൽ മാരാർ ഇല്ലായിരുന്നു, വിത്തൗട്ട് നന്ദഗോപാൽ മാരാർ എന്ന് പറയുന്ന ക്യാരക്ടർ അല്ലെങ്കിൽ അത് വേറൊരാളാണ് ചെയ്തിരുന്നതെങ്കിൽ ഇത്രയും വിജയമാകണമെന്നില്ല. മമ്മൂട്ടിയും മോഹൻലാലും ഒരുമിച്ച് ഒരു സ്ക്രീനിൽ എത്തുന്നു എന്നുള്ളത് എന്നും മലയാളത്തിൽ, കേരളക്കരയിൽ എന്നും ഒരു ആവേശം ജ്വലിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ്. അത് കാണാൻ വേണ്ടി ഇഷ്ടംപോലെ ആൾക്കാർ കയറിയിട്ടുണ്ട്. നിങ്ങൾ എന്തൊക്കെ തള്ളിയാലും ശരിയാണ്, 100-ൽ 10 പേരെങ്കിലും അത് കാണാനായിരിക്കും കയറി. 10 അല്ല കൂടുതലുണ്ട്, ഞാൻ ഒരു ഇതിൽ പറയുന്നതേ ഉള്ളൂ. 100-ൽ 10 പേരെങ്കിലും അവർ രണ്ടുപേരും ഒരുമിച്ച് സ്ക്രീനിൽ കാണാൻ വേണ്ടി കയറിയതാണ്. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ശരിയാണ്. ഓക്കെ, അപ്പം ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിന് വിയോജിപ്പുണ്ടെങ്കിൽ താഴെ അറിയിക്കാം. ഓക്കെ.